Hi friends, welcome back to day 10, 30-day study plan of Laboratory Assistant 10th Mains Examination. ഇനി നമുക്ക് 20 ഡേയ്സ് കൂടിയാണ് എക്സാമിനുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ തരുന്ന ടോപ്പിക്കുകൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പോകുന്നവർ പെൻഡിങ് ഇടാതെ കഴിവതും തീർത്ത് പോവുക. റിവിഷൻ അടക്കമുള്ള നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ടോപ്പിക്ക് പെൻഡിങ് ഉള്ളതും കൂടി തീർത്ത് റിവൈസ് ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഡേ 10ൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മാത്സിൽ സാധാരണ പലിശയാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഇനി കൂട്ടുപലിശയും കൂടെ പഠിച്ചാൽ ആ പലിശ എന്നുള്ള ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്ന് ഡേ 10ൽ, ഇന്നല്ല നാളെ, ഡേ 10ൽ നമ്മൾ പഠിക്കേണ്ടത് മാത്സ് കൂട്ടുപലിശ. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കോൺകോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നായിരിക്കും നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് കോൺകോഡ് പഠിക്കുക, അതോടൊപ്പം അതിൻ്റെ PYQ കൂടി ചേർത്ത് പഠിക്കുക. മലയാളം ഒറ്റപ്പദം PYQ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുക. ഇനി കറണ്ട് അഫെയർസിലേക്ക് വരാം. കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ 9ൽ മാർച്ച് 2024 വരെയാണ് പഠിച്ചതല്ലേ? ഇനി നമുക്കത് റിവൈസ് ചെയ്യാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 2024 3 മാസത്തിലെ കറണ്ട് അഫെയർസ് അങ്ങ് റിവൈസ് ചെയ്തെടുക്കുക കേട്ടോ. 2024 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് റിവിഷനാണ് ഡേ 10ൽ ചെയ്യേണ്ടത്. ഇനി ഹോട്ട് ടോപ്പിക്കിലേക്ക് വരാം. ഹോട്ട് ടോപ്പിക്കിലേക്ക് വരുമ്പോഴേ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അത് പഠിക്കുക. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പഠിക്കുക. അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. ഈ നീതി ആയോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം. ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അടുത്തത് SCERT ഹോട്ട് ചാപ്റ്റേഴ്സിലേക്ക് വരാം. SCERT ഹോട്ട് ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 8th സ്റ്റാൻഡേർഡിൽ 11th ലെസൺ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. ഈ മാറി വന്ന ടെക്സ്റ്റ് ബുക്ക് അല്ല, പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഉദ്ദേശിക്കുന്നത്. 8th സ്റ്റാൻഡേർഡിൽ 11th ലെസൺ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. അതുപോലെ 9th സ്റ്റാൻഡേർഡിൽ ലെസണും കൂടി പഠിക്കണം. 9th സ്റ്റാൻഡേർഡിൽ 3rd ലെസൺ ദേശീയ വരുമാനം എന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ഇത് നമ്മൾ അടുത്ത ദിവസം 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റിലേക്ക് 2 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യും, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡേ 10ൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഡേ 10 വരെ പഠിച്ചു. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അങ്ങോട്ട് കുറച്ച് PYQസും കൂടി നമ്മൾ സോൾവ് ചെയ്ത് പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വൊക്കാബ്സ്പീഡിയ അതുപോലെ പ്രയാണം ഇന്നലകളിലൂടെ എന്ന 2 ടെലഗ്രാം ചാനലുകൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇതിൽ ഡെയിലി 2 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 2025 കഴിഞ്ഞു പോയ ഏതെങ്കിലും മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 1.5 മണിക്കൂർ തന്നെ സമയം വെച്ച് ടൈമർ വെച്ച് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു എത്രത്തോളം നമ്മൾ പഠിച്ചു, അതിലുപരിയായിട്ട് ഇനി എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീക്ക് ഏരിയ ഏതാണ്, സ്ട്രോങ് ഏരിയ ഏതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ഡെയിലി തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയ്ക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വീക്കായിട്ടുള്ള ഏരിയയ്ക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വരുള്ളൂ. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ടൈം ടേബിൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയയിൽ വേണമല്ലോ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കണ്ടെത്താനായിട്ടാണ് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടെത്തി ചെയ്യണം. അത് ടൈമർ വെച്ച് തന്നെ ചെയ്യണം. അത് ഇനി നമുക്ക് ആകെ 20 ദിവസമാണ് നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു PYQs പ്രത്യേകിച്ച് 2025 ചെയ്താൽ നമുക്കത് വളരെ ഉപകാരപ്പെടും. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരവും നമുക്ക് കണ്ടെത്താം. ഏത് മേഖലയാണ് നമ്മൾ വീക്കെന്ന് കണ്ടെത്താം. അപ്പോൾ ആ ഒരു ഏരിയാസ്, ഹോട്ടായിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.